ഹോർമുസ് കടലിടുക്കിലൂടെ ആഗോള എണ്ണ നീക്കം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചതോടെ ലോകം ഊർജ പ്രതിസന്ധിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള ക്രൂഡ് ഓയിൽ ഗതാഗതത്തിന്റെ 86% ഇതോടെ തടസ്സപ്പെട്ടു. മാരിടൈം അനലിറ്റിക്സ് സ്ഥാപനങ്ങളായ വിൻഡ്വാർഡ്, കെപ്ലർ എന്നിവ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഈ ജലപാത നിലവിൽ നിശ്ചലമാണ്. മാർച്ച് 1 കേവലം 3 ടാങ്കറുകൾ മാത്രമാണ് ഇതിലൂടെ കടന്നുപോയത്. 2026 പ്രതിദിന ശരാശരി 1.98 കോടി ബാരലായിരുന്ന സ്ഥാനത്ത് മാർച്ച് 1 ശേഷം വെറും 28 ലക്ഷം ബാരൽ മാത്രമാണ് ഇതുവഴി നീങ്ങിയത്. മാർച്ച് 2 ഇത് വീണ്ടും കുറഞ്ഞ് ഒരു ചെറിയ ടാങ്കറും ചരക്ക് കപ്പലുമായി ഒതുങ്ങി. നിലവിൽ ഇറാൻ ഇതര രാജ്യങ്ങളുടെ 706 കപ്പലുകളാണ് കടലിടുക്കിന്റെ ഇരുവശങ്ങളിലുമായി കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ 336 ക്രൂഡ് ഓയിൽ കപ്പലുകളും 372 മറ്റ് കപ്പലുകളും ഉൾപ്പെടുന്നു. 100 കണക്കിന് കപ്പലുകൾ ഒമാൻ ഉൾക്കടലും ലക്ഷ്യമില്ലാതെ നടുക്കടലിലും കാത്തിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ആഗോള വിപണിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. പ്രതിസന്ധി രൂക്ഷമായതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 10% വർദ്ധിച്ച് ബാരലിന് $80 സൗദി അറേബ്യയിലെ റാസ് തനൂറ റിഫൈനറിയും ഖത്തറിലെ LNG പ്ലാന്റിനും നേരെയുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് യൂറോപ്യൻ ഗ്യാസ് വിലയിൽ 40%-ലധികം വർധനവുണ്ടായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സം ഏതാനും ദിവസങ്ങൾ കൂടി തുടർന്നാൽ കപ്പലുകളുടെ നീണ്ട നിര വർദ്ധിക്കാനും എണ്ണ വിതരണം പൂർണ്ണമായും താളം തെറ്റാനും സാധ്യതയുണ്ട്. നിലവിൽ ഗൾഫ് മേഖലയിലെ കപ്പലുകളുടെ ഇൻഷുറൻസ് ചെലവും ചരക്ക് കൂലിയും കുത്തനെ ഉയരുകയാണ്. ഇത് ലോകമെമ്പാടുമുള്ള ഇന്ധനവില വർദ്ധിക്കാൻ നേരിട്ട് കാരണമാകും. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് ഏഷ്യയിലെയും യൂറോപ്പിലെയും എണ്ണ ശുദ്ധീകരണശാലകൾ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള തിരക്കിലാണ്. പടിഞ്ഞാറൻ ആഫ്രിക്ക, ബ്രസീൽ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ എത്തിക്കാനാണ് നിലവിൽ ശ്രമം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിനെ വളരെയധികം ആശ്രയിച്ചിരുന്ന ചൈനയും ഇന്ത്യയെയും ഈ സാഹചര്യം നേരിട്ട് ബാധിക്കും. കേന്ദ്ര സർക്കാർ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനായി പെട്രോൾ, ഡീസൽ എന്നിവയുടെ കയറ്റുമതി ഇന്ത്യ പരിമിതപ്പെടുത്തിയേക്കും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. വിതരണ തടസ്സം നീണ്ടു നിൽക്കുകയാണെങ്കിൽ LPG, റേഷൻ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഇൻഡിഗോ, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383 462 422.